കഴിഞ്ഞ ക്ലാസ്സിൽ മക്കളെ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഗൂഗിൾ സിസ്കോ വെബെക്സ് മീറ്റ് നടത്തിയിട്ട് 27 കുട്ടികളാണ് ഉണ്ടായിരുന്നത് പ്രസൻ്റ് ആയിരുന്നത്. അതിൽ പലർക്കും ഇടയിലിടയിൽ കണക്ഷൻ കട്ടായി പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ് ഗ്രൂപ്പുകളെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോട്ട്സ്, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് ഡെഫിനിഷൻസ് ഒക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ജി എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിൻ്റെ ഒരു സബ്സെറ്റ് എച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒരു തിയറാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എ സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഒരു സബ്സെറ്റ് ഒരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് ആവാനുള്ള കുറച്ച് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻസ്, അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന സബ്സെറ്റ് ഓഫ് ജി ആണ്. ആ എച്ച് ഈ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത് ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതുപോലെ തിരിച്ച് എച്ച് ജിയുടെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ദാറ്റ് സബ് ഗ്രൂപ്പ് മസ്റ്റ് സാറ്റിസ്ഫൈസ് ദീസ് 3 കണ്ടീഷൻസ്. അപ്പോൾ ഇതാണ് ഈ തീരത്തിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരം വായിക്കുമ്പോൾ അറിയാം, എ സബ്സെറ്റ് എച്ച് ഓഫ് എ ഗ്രൂപ്പ് ജി ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് H is closed under the binary operation of G. The identity element E of G is in H. For all A belongs to H, it is true that A inverse. For all A belongs to H, A inverse also belongs to H. അപ്പോൾ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഒരു ഭാഗം ക്ലിയർ ആണ്. കാരണം എച്ച് എന്ന് പറയുന്ന ജിയുടെ സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ എച്ച് എന്ന് പറയുന്ന ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അത് ക്ലിയർ ആണ്. സബ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ വെച്ച് തന്നെ അത് ക്ലിയർ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദെൻ ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് സബ് ഗ്രൂപ്പ്സ് കണ്ടീഷൻ ഈ 3 സാറ്റിസ്ഫൈ ചെയ്താലേ സബ് ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ്സെറ്റായ എച്ച് ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സബ്സെറ്റ് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അതാണ് അവിടെ പറയുന്നത്. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ഗ്രൂപ്പ് ജി സച്ച് ദാറ്റ് എച്ച് മസ്റ്റ് സാറ്റിസ്ഫൈസ് ദി 3 കണ്ടീഷൻസ് ദെൻ വി ഹാവ് ടു ഷോ ദാറ്റ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എച്ച് സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ, എച്ച് സബ്സെറ്റ് ഓഫ് ജി ആണെന്ന് തന്നിട്ടുണ്ട്. എച്ച് ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ടു പ്രൂവ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി നമുക്ക് എന്താ കാണിക്കേണ്ടത്? എച്ച് ഇറ്റ് സെൽഫ് ഈസ് എ ഗ്രൂപ്പ് എന്ന് കാണിക്കണം. അതായത് എച്ച് ഗ്രൂപ്പ് ആക്സിയംസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് കാണിക്കണം. ഗ്രൂപ്പ് ആക്സിയംസ് ഏതൊക്കെയാണ് ഗ്രൂപ്പ് ആക്സിയംസ്? അസോസിയേറ്റിവിറ്റി, അത് തന്നിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം. ഐഡന്റിറ്റി ഉണ്ടാവണം, ഇൻവേഴ്സ് ഉണ്ടാവണം, അല്ലേ? അപ്പോൾ ഈ 2ഉം 3ഉം കണ്ടീഷൻ പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട് എച്ചില്, ഓരോ എലമെന്റിനും ഇൻവേഴ്സും എച്ചിലുണ്ട്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അസോസിയേറ്റിവിറ്റി മാത്രമാണ്, അല്ലേ? അപ്പോൾ അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം എത്ര എലമെന്റ്സ് വേണം. അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് 3 elements. For any 3 elements in H, we have to verify A star B star C is equal to A star B star C. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 എലമെന്റ് എടുത്തു കേട്ടോ. ടു പ്രൂവ് അസോസിയേറ്റിവിറ്റി ലെറ്റ് എ ബി സി ബിലോങ്സ് ടു എച്ച്. ദെൻ എന്താ, എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി ആണ്. എന്തുകൊണ്ടാണ്? എ ബി സി എച്ചിലുണ്ടെങ്കിൽ ഈ എ ബി സി എവിടെ ഉണ്ടാവും? എച്ച് എന്ന് പറയുന്ന ജിയുടെ, എച്ച് എന്ന് പറയുന്നത് എന്താ, ജിയുടെ സബ്സെറ്റാണ്. അപ്പോൾ എ ബി സി എച്ചിലുണ്ടെങ്കിൽ അതെവിടെയുണ്ട്? ജിയിലുണ്ട്, അല്ലേ? ഇത് എച്ച് എന്ന് പറയുന്നത് എന്താ, സബ്സെറ്റ്. ഇനി ഇങ്ങനെ എഴുതിയത് കൺഫ്യൂഷൻ വേണ്ട, സബ്സെറ്റ് ഓഫ് ജി ആണ്. അപ്പോൾ എ ബി സി എച്ചിലുണ്ടെങ്കിൽ ജിയിലുണ്ട്. ജി ഗ്രൂപ്പാണ്. ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് അസോസിയേറ്റിവിറ്റി, സ്റ്റാർ അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? എ സ്റ്റാർ ബി സ്റ്റാർ സി ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി സിൻസ് എ ബി സി ബിലോങ്സ് ടു ജി ആൻഡ് ജി ഇസ് എ ഗ്രൂപ്പ്. അപ്പോൾ എന്ത് കിട്ടി നമ്മൾക്ക്? എച്ച് സ്റ്റാർ എന്ന് പറയുന്ന അസോസിയേറ്റീവ് ഇൻ എച്ച് ആണ്, അല്ലേ? അപ്പോൾ ഗ്രൂപ്പിലെ എല്ലാ ആക്സിയംസും എച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എച്ച് ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി.
അപ്പോൾ ഇത് നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ സെറ്റ് ടു ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ഒരു സെറ്റിന് ഒരു ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് ആവാനുള്ള നെസസറി ആൻഡ് സഫീഷ്യൻറ്റ് കണ്ടീഷനാണ് ഈ തിയറത്തിൽ അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ലെറ്റ് എഫ് ഫ്രം, എഫ് എന്ന് പറയുന്ന സെറ്റ് എന്താ, സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ്. അതായത് എഫ് ഫ്രം സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എഫ് ഫ്രം ആർ ടു ആർ, ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താ പറയുന്നത്, ഇത് നിങ്ങൾക്ക് ക്ലിയർലി നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. എഫ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഒരു ഗ്രൂപ്പാണെന്ന് നിങ്ങൾക്കറിയാം. അത് ഞാൻ നേരത്തെ പ്രോബ്ലം ചെയ്തിട്ട് നിങ്ങൾക്കത് അയച്ചു തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എന്താ, എസ് ബി ദി സബ്സെറ്റ് ഓഫ് എഫ്. എസ് എന്ന് പറയുന്ന എഫിന്റെ സബ്സെറ്റ് ആണ്. എങ്ങനെയുള്ള സബ്സെറ്റ്, അതിൽ എലമെന്റ്സുകളുടെ പ്രത്യേകത എന്താ, കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഇൻ എഫ്. ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഇൻ എഫ്. അപ്പോൾ കണ്ടിന്യൂസ് ഫങ്ഷന്റെ കേസിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഇൻ എഫ് ആണ്. ഇതിൽ നിന്ന് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള എഫ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് മാത്രം എടുക്കുക. ദെൻ എസ് ഇസ് എ സബ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത്, ആ എലമെന്റ്സുകളുടെ കളക്ഷൻ എന്ന് പറയുന്ന ആള്, എസ് എന്ന് പറയുന്ന ആള് എന്താ, എഫിന്റെ സബ് ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എഫ് പ്ലസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് ആണെന്ന് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്രോബ്ലം. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു സബ്സെറ്റ് എങ്ങനെ എടുത്തിട്ടുള്ള സെറ്റ് ഓഫ് ഓൾ ഡിഫറൻഷ്യബിൾ. ഇതിൽ നിന്ന് ഇങ്ങനെയുള്ള ഇതിലെല്ലാ ഫങ്ഷൻസും വരും. ആറിൽ നിന്ന് ആറിലോട്ടുള്ള എല്ലാ ഫങ്ഷൻസും വരും. അതിൽ നിന്ന് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് മാത്രം എടുത്തൊരു സെറ്റ് ഫോം ചെയ്യുന്നു. അതാണ് എസ് എന്ന് പറയുന്നത്. ആ എസ് എന്ന് പറയുന്ന ആള് എന്താന്ന് പ്രൂവ് ചെയ്യണം, ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എഫ് എന്ന് പ്രൂവ് ചെയ്യണം. യു നോ ദാറ്റ് എഫ് പ്ലസ് ഈസ് എ ഗ്രൂപ്പ്. സോ ടു പ്രൂവ് എസ് പ്ലസ്, ഒരേ ഓപ്പറേഷൻ ആയിരിക്കണമല്ലോ, സബ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ എസ് പ്ലസ് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണെന്ന് തെളിയിക്കുക. നമുക്ക് ഈ തിയറം യൂസ് ചെയ്യാം. ടു പ്രൂവ് എസ് പ്ലസ് ഇസ് എ ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 എലമെന്റ്സ് എടുത്തു. എസ്സിലെ 2 എലമെന്റ്സ് എടുത്തു. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എഫും ജിയും എസ്സിൽ എലമെന്റ്സ് ആണെങ്കിൽ അതെന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാം 2 ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസിന്റെ സമ്മും എന്ത് തന്നെയാണ്, ഡിഫറൻഷ്യബിൾ തന്നെയാണ്. സോ എഫ് പ്ലസ് ജി, എഫും ജിയും എസ്സിലുണ്ടെങ്കിൽ എഫ് പ്ലസ് ജിയും എസ്സിലുണ്ട്. അതുപോലെ കോൺസ്റ്റന്റ്, ഈ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള ഫംഗ്ഷൻ അറിയോ, 0 ഓഫ് എക്സ്. അതായത് എല്ലാ എലമെന്റുകളെയും 0യിലോട്ട് മാപ്പ് ചെയ്യിക്കുന്ന ആളാണ് എന്ത്, 0 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പലാണ്. ദിസ് ഈസ് എ സിമ്പൽ. ഒരു ഫംഗ്ഷനെ നിങ്ങൾ എഫ് ഒക്കെ വെച്ച് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന പോലെ സീറോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഫംഗ്ഷൻസിൽ 0 എന്ന് പറയുന്ന കോൺസ്റ്റന്റിലോട്ട് മാപ്പ് ചെയ്യിക്കുന്ന ആളാണ് ഈ സിമ്പൽ 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു എഫിന് പകരം ഒരു സിമ്പലാണ് കേട്ടോ ഇത്, അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ 0, അത് നിങ്ങൾക്കറിയാം, കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ഡിഫറൻഷ്യബിൾ ആണെന്നറിയാം. അപ്പോൾ ഈ 0 ഫംഗ്ഷൻ, ഈ 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, കാരണം 0യിലോട്ട് മാപ്പ് ചെയ്യിക്കുന്നു, അതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഇയാൾ എവിടെ ഉണ്ടാവും, എസ്സിലുണ്ടാവും. അപ്പോൾ എസ്സിൽ ധാരണ അഡിറ്റീവ് ഐഡന്റിറ്റി എന്നറിയാലോ. അപ്പോൾ ഇത് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട് എസ്സിന്. ദെൻ ദി ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്. പിന്നെന്താ, ഇൻവേഴ്സും ആണ് അല്ലെ ഓരോ എലമെന്റിനും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ മൈനസ് എഫും എന്താണ്, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഡിഫറൻഷ്യബിൾ തന്നെയാണ്. സോ -1 ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഓൾസോ ഡിഫറൻഷ്യബിൾ. സോ മൈനസ് എഫ് ഈസ് ഓൾസോ ആൻ എലമെന്റ് ഇൻ എസ്. അപ്പോൾ എന്ത് കിട്ടി, എസ്സിൽ ഏതൊരു എലമെന്റ് എടുത്താലും അതിന് ഒരു അഡിറ്റീവ് ഒരു ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്താ, എസ് പ്ലസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണ്. ഓൾസോ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് ഇസ് എ സബ്സെറ്റ് ഓഫ് എഫ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്ത് പറയാം, എസ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എഫ്. ഇതൊരു വളരെ നല്ലൊരു പ്രോബ്ലമാണ്. കാരണം എല്ലാ ഫങ്ഷൻസിൻ്റെ, അതായത് ആറിൽ നിന്ന് ആറിലോട്ടുള്ള ഫങ്ഷൻസ് എല്ലാം എടുക്കുന്നു. അതിൻ്റെ അവിടെ ഓപ്പറേഷൻ അഡീഷൻ പറയുന്നു, അതൊരു ഗ്രൂപ്പാണെന്നറിയാം. അതിൻ്റെ സബ്സെറ്റുകൾ, ആദ്യം നമ്മളെടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എഫിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് മാത്രം എടുത്തു. എഫ് എന്ന് പറയുമ്പോൾ ആറിൽ നിന്ന് ആറിലോട്ടുള്ള എല്ലാ ഫങ്ഷൻസും വരും. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഫങ്ഷൻസ് മാത്രം എടുത്തിട്ട് ആദ്യം ഒരു സെറ്റ് എസ് പറഞ്ഞു, നമ്മളത് പ്രൂവ് ചെയ്തു. അത് ഞാൻ അയച്ചു തന്നുണ്ട് കേട്ടോ. അത് സബ് ഗ്രൂപ്പാന്ന് പ്രൂവ് ചെയ്തു എഫിൻ്റെ വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ആണ്. ദെൻ നമ്മൾ പോകുന്നത് കണ്ടിന്യൂറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഡിഫറൻഷ്യബിലിറ്റി.
അപ്പോൾ എഫിൽ നിന്ന് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസുകൾ എടുത്ത് ഒരു സെറ്റ് ഫോം ചെയ്തു എസ്, അതും എന്താണെന്ന് പ്രൂവ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ ഇറ്റ് ഈസ് ഓൾസോ എ സബ് ഗ്രൂപ്പ് ഓഫ് എഫ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, മെട്രിക്സിനെ കുറിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം പ്രോബ്ലം പറയുന്നത് എന്താ, ജി എന്ന് പറയുന്ന സെറ്റ് എന്താ, സെറ്റ് ഓഫ് ഓൾ ഇൻവേർട്ടിബിൾ സ്ക്വയർ മെട്രിസസ്, ഇൻവേർട്ടിബിൾ n by n മെട്രിസസ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്. കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, R2 പ്ലെയിനിൽ വരുന്ന പോയിന്റ്സുകൾ, R2 പ്ലെയിനിൽ വരുന്ന പോയിന്റ്സ് പറയുമ്പോൾ അതിനെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സിയിലെ എലമെൻറ്റ്സുകളെ ഓർഡേഡ് പെയർ A, B ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ A+IB എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ ഇവിടെ എന്താ എടുത്തിട്ടുള്ളത്, ഇൻവേർട്ടിബിൾ മെട്രിസസ് ആണ്. അപ്പോൾ എപ്പോഴാണ് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആവുന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം കേട്ടോ. അത് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് തോന്നുന്നു അല്ലേ. ഇൻവേർട്ടിബിൾ മെട്രിസസുകളുടെ കളക്ഷൻ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അതല്ല ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദെൻ ജി ഡോട്ട് ഈസ് എ ഗ്രൂപ്പ്. ഇത് നിങ്ങൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ എടുക്കുന്ന എന്താ, എഫ് എന്ന് പറയുന്ന ആളെ നമ്മൾ ചൂസ് ചെയ്യുന്നു. എഫ് എങ്ങനെ ചൂസ് ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഇൻവേർട്ടിബിൾ n by n മെട്രിസസ് വിത്ത് എൻട്രീസ് ഫ്രം സി, അതായത് ഈ ജിയിൽ നിന്ന് എങ്ങനെയുള്ള എലമെന്റ് എടുക്കുന്നു, ഹൂസ് ഡിറ്റർമിനന്റ് ഈസ് 1. ഇതിൽ നിന്ന് ഡിറ്റർമിനന്റ് 1 ആയിട്ട് വരുന്ന മെട്രിസസ് എടുത്തിട്ട് ഒരു കളക്ഷൻ, അങ്ങനെയുള്ള മെട്രിസസുകളുടെ കളക്ഷൻ എഫ് എന്ന് പറയുന്നത് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദിസ് എഫ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ ഇസ് ഓൾസോ എ ഗ്രൂപ്പ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ക്ലിയർലി എഫ് ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഇത് സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, എഫ് ഇറ്റ് സെൽഫ് ഇസ് എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ദി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഒരേ ഓപ്പറേഷൻ ആവണം കേട്ടോ. സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മളുടെ വെബെക്സ് മീറ്റിങ്ങിൽ കുറച്ച് പേര് നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ചില എക്സാമ്പിൾസ് ചോദിച്ചപ്പോൾ അങ്ങനെ ഡിസ്കഷൻ വന്നാലേ ഒരു ഐഡിയ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒരു ഗ്രൂപ്പിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലും ആ സബ് ഗ്രൂപ്പിൽ വരുന്ന ഓപ്പറേഷൻ സെയിം ആയിരിക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലാണ്ട് പെട്ടെന്ന് ചാടിക്കേറി സബ്സെറ്റ് കണ്ടതും അത് സബ് ഗ്രൂപ്പാന്ന് പറയരുത്. ഓപ്പറേഷൻ സെയിം ആണെന്നും കൂടെ നോക്കണം. അതിലാണ് നമ്മൾ ആറിൻ്റെയും ക്യൂവിൻ്റെയും എല്ലാം എക്സാമ്പിൾസ് പറഞ്ഞ് നമ്മൾ ചെയ്തു. R+ Q സ്റ്റാർ ഡോട്ട്, Q സ്റ്റാർ എന്ന് പറയുന്ന ആറിൻ്റെ സബ്സെറ്റ് ആണ്, പക്ഷേ Q സ്റ്റാർ ഡോട്ട് ഈസ് നോട്ട് എ സബ് ഗ്രൂപ്പ് ഓഫ് R+ എന്നൊക്കെ നമ്മൾ ആ ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓപ്പറേഷൻ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടോ. ചാടിക്കയറി പറയരുത്. സബ്സെറ്റ് ആണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സബ് ഗ്രൂപ്പ് ആവില്ല, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ ഇൻവേർട്ടിബിൾ മെട്രിസസ് വിത്ത് ഡിറ്റർമിനന്റ് 1 ആണ്. അപ്പോൾ അത് സബ് ഗ്രൂപ്പ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സോ എഫ് എന്ന് പറയുന്ന ആൾ ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എഫ് ഇറ്റ് സെൽഫ് ഒരു ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അതിന് ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ക്ലോസ്ഡ് ആണോ നോക്കണ്ടേ. ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ, അതായത് ജിയിൽ നിന്ന് വരുന്ന ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു എഫ് ക്ലോസ്ഡ് ആണോ നോക്കണം. എങ്ങനെ നോക്കാം, എഫിൽ 2 എലമെന്റ്സ് എടുത്തിട്ട് ജിയിലെ ഓപ്പറേഷൻ ഏതാണോ ആ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എലമെന്റും എഫിൽ തന്നെ കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്തെടുത്തു, 2 എലമെന്റ് എടുത്തു. ടു പ്രൂവ് എ ഇൻറ്റു ബി ആണ് കേട്ടോ. ടു പ്രൂവ് എ ഇൻറ്റു ബി ബിലോങ്സ് ടു എഫ്, നമ്മൾ എന്ത് ചെയ്യണം, എ ഇൻറ്റു ബി എഫിലുണ്ടെന്ന് കാണിക്കാൻ എന്താ ചെയ്യാനുള്ളത്, ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ബി നോക്കണം അല്ലേ. ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ദാറ്റ് എ ഇൻറ്റു ബി ഓൾസോ ബിലോങ്സ് ടു എഫ് എന്ന് കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ബി നമുക്കറിയാം, മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് പ്രോപ്പർട്ടി പ്രകാരം ഡിറ്റർമിനൻറ്റ് എ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി ആണ്. അപ്പോൾ എയും ബിയും എഫിൽ നിന്ന് വരുന്നതുകൊണ്ട് ഡിറ്റർമിനൻറ്റ് എ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ ഡിറ്റർമിനൻറ്റ് ബിയും 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി 1 ആണെങ്കിൽ എന്ത് കിട്ടും, എ ബി എന്ന് പറയുന്ന ആൾ എ ബി ബിലോങ്സ് ടു എഫ് ആയിരിക്കും. സോ എഫ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അടുത്തെന്താ, ഐഡൻറ്റിറ്റി ഉണ്ടോ ഇൻവേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. നിങ്ങൾക്കറിയാം IN എന്ന് പറയുന്നത് എന്താ, യൂണിറ്റ് മെട്രിക്സ് അല്ലേ. അതായത് 1 0 0 0 1 0 0 അങ്ങനെ പോകുന്ന ആൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ക്ലിയർലി 1 ആണെന്ന് നിങ്ങൾക്കറിയാം. സോ IN ഓൾസോ ബിലോങ്സ് ടു എഫ്, ഐഡൻറ്റിറ്റി എലമെൻറ്റും ഉണ്ട്. ദെൻ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്, എഫിലെ ഓരോ എലമെൻറ്റുകൾക്കും ഇൻവേഴ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി എഫിൽ നിന്ന് ആർബിട്രറിലി, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ, അതാണ് ആർബിട്രറിലി പറയുന്നത്. ആർബിട്രറിലി ഒരു എലമെന്റ് ചൂസ് ചെയ്തു, എ എന്ന് പറയുന്ന ആള് എഫിൽ നിന്ന് ചൂസ് ചെയ്തു.
അപ്പോൾ എഫിലെ എലമെൻറ്റുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്ക് എ ഇൻവേഴ്സും എഫിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എ ഇൻവേഴ്സിൻ്റെയും ഡിറ്റർമിനൻ്റ് 1 ആണെന്ന് കാണിക്കണം. കിട്ടിയോ? അപ്പോൾ നമ്മൾക്കറിയാം എ എന്ന് പറയുന്നത് എഫിലുണ്ടെങ്കിൽ എ ഇൻവേഴ്സ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഒരു മെട്രിക്സിനോടുകൂടെ അതിൻ്റെ ഇൻവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നിങ്ങൾക്ക്, യൂണിറ്റ് മെട്രിക്സ് അല്ലെ, ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്ന IN ആണെന്നറിയാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഡിറ്റർമിനൻറ്റ് IN ആണ്. ഡിറ്റർമിനൻറ്റ് IN നമ്മൾക്ക് ക്ലിയർ ആണ് അല്ലേ, എന്താ അത് 1 ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിനൻറ്റിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ ബി എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്, ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ബി. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ, ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് ഈക്വൽ ടു 1. ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1. അതിൽ നമുക്ക് നേരത്തെ ഒരു കാര്യം അറിയാം, ഡിറ്റർമിനൻറ്റ് എ എന്താ 1 ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സിന് പ്രൊഡക്റ്റും 1 ആണ്, അതിലൊരാൾ 1 ആണ്. അപ്പോൾ എന്താ വരുന്നത്, രണ്ടാളുകളുടെ പ്രൊഡക്റ്റ് 1, അതിൽ ഒരാൾ 1 ആണ്. അപ്പോൾ എന്താ വരിക, ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1. ഡിറ്റർമിനൻറ്റ് എ ഇൻവേഴ്സ് 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും, എ ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, എഫിലുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് എന്ന് പറയുന്നത് ജിയുടെ സബ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.